presents ചേടാ, പതിവ് ചായ ചെന്നിട്ടും ഒരു ഉന്മേഷം തോന്നുന്നില്ലല്ലോ. എന്താ ചെയ്യാ? ചായ അല്പം കൂടി എടുക്കട്ടെ? വേണ്ട. സാധാരണ ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ് ചായ കുടിക്കുന്നത്. ഇതിപ്പോ ചായ കുടിക്കാൻ പോലും ഒരു ഉന്മേഷമില്ല. അത് കൊള്ളാലോ. എന്റെ കർത്താവേ, ഇതെന്താ പറ്റിയത്? മഴയൊക്കെ ഒതുങ്ങിയല്ലോ. പള്ളിയിലോട്ട് ചെന്ന് ആ പഴയ കൂട്ടുകാരിയൊക്കെ ഒന്ന് കാണൂന്നേ. ഉന്മേഷമൊക്കെ ഇങ്ങ് തിരിച്ചു വന്നോളും. അത് പറ. ഈ മഴ കാരണം എത്ര ദിവസമായി ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. എന്നാ അവിടെ വരെ പോയിട്ടിങ്ങ് വേഗം വാ. ഇനി വരവ് വൈകുന്നേരേ കാണൂ. ആഹാ, ഇപ്പൊ അങ്ങനെയായല്ലേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. ഇന്ന് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ. ഇന്നെന്താ ലഞ്ച് ബ്രേക്ക് നേരത്തെയാണോ? എല്ലാവർക്കും ഉള്ള സന്തോഷ വാർത്തയെന്നല്ലേ പറഞ്ഞത്? നിനക്ക് മാത്രമെന്നല്ലല്ലോ. നീ അത് കേൾക്ക്. ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ സ്കൂളിൽ ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടോ ടീച്ചർ? അല്ല. സ്കൂളിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുന്നുണ്ടോ ടീച്ചർ? എന്റെ പൊന്നും കുരിശു മുത്തപ്പ, വല്ല ഫുഡ് ഫെസ്റ്റും ആവണേ. ശരി ശരി, ഞാൻ തന്നെ പറയാം. നിങ്ങളുടെ ടൂറിന്റെ ദിവസം കൺഫേം ആയിട്ടുണ്ട്. അതിനായി നമ്മൾ അടുത്ത തിങ്കളാഴ്ചയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ടൂറിനെ പറ്റിയുള്ള എല്ലാ വിശദാംശങ്ങളും നമ്മുടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ബ്രേക്ക് ടൈമിലോ മറ്റോ പോയി വായിച്ചു മനസ്സിലാക്കാം. താങ്ക് യു ടീച്ചർ. ആ, പിന്നെ ഒരു കാര്യം കൂടി. കാര്യങ്ങൾ മറ്റും പ്ലാൻ ചെയ്യാനായി നിങ്ങൾ സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം. ടീച്ചർ, പ്രിൻസ്. ഓക്കെ, അപ്പോ പ്രിൻസ് ഇന്റർവെൽ ടൈമിൽ ഓഫീസ് റൂമിലേക്ക് വരണം. മറ്റു നിർദ്ദേശങ്ങൾ അവിടെ വെച്ച് നൽകാം. എന്താ? ശരി ടീച്ചർ. ടീച്ചർ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ എല്ലാം എഴുതിയെടുത്തിട്ടുണ്ട് സ്റ്റെഫി. നമുക്ക് ചർച്ച ചെയ്യാം. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പ്രിൻസിന്റെ വീട്ടിൽ ഒത്തുകൂടിയാലോ? അതിനെന്താ, ആയിക്കോട്ടെ. വൺ ഡേ ടൂർ ആണല്ലേ? അതെ ആദം, വൺ ഡേ ടൂർ ആണ്. അത് നന്നായി. അതെന്ത്? ഒരു ദിവസത്തെ ഫുഡ് ചുമന്നാൽ മതിയല്ലോ. ആദം, നിന്നെ ഞങ്ങൾ ഹോട്ടലിൽ വല്ലതും ഇരുത്തിക്കോളാം. തിരികെ വരുമ്പോ വിളിച്ചോളാം. ദേ നോക്കിക്കേ, അതാരാ വരുന്നേന്ന്. ജോർജ് ബൈക്കിൽ വരുന്നു. ഹായ്, ദേ ഒരു കാക്ക അപ്പവും കൊത്തിക്കൊണ്ടുപോകുന്നു. അതിന് നിനക്കെന്താ? അത് അതിനുള്ള ഭക്ഷണമാണ്.
പിന്നെ അതിനുള്ള ഭക്ഷണം. ആദം, നീ എന്റെ കർത്താവേ, ഇതെന്തൊരു ജന്മാണ്. ഹായ് ജോർജ്. ഹായ് ഫ്രണ്ട്സ്. എന്താ ആദം എന്നെ കണ്ടിട്ട് ഓടിയത്? അത് അവൻ ചുമ്മാ. ആ, അതൊക്കെ പോട്ടെ. എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ വന്നത്. ആ, അത് ഞങ്ങളുടെ ടൂറിന്റെ ഡേറ്റ് ഫിക്സ് ആയി. അതിനെപ്പറ്റി സംസാരിച്ചു വരികയായിരുന്നു. ആഹാ, കൊള്ളാലോ. എത്ര ദിവസത്തെ പ്രോഗ്രാമാണ്? 1 ഡേ ടൂർ ആണ് ജോർജ്. ആണല്ലേ? ഞാൻ പഠിച്ച സമയത്ത് എനിക്കായിരുന്നു ടൂറിന്റെ കോർഡിനേഷന്റെയും മറ്റും ചുമതല. ഞങ്ങളുടെ ടൂറിന്റെ ചുമതലയെല്ലാം പ്രിൻസിനാണ്. ആണല്ലേ? മിടുക്കൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ഓ, എന്ത് സംശയമുണ്ടാകാൻ. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇത് നിസ്സാരം ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. മാത്രമല്ല ടീച്ചേഴ്സൊക്കെ എന്നെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. പ്രിൻസ് പതിവില്ലാത്ത കോൺഫിഡൻസിലാണല്ലോ. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ ഫ്രണ്ട്സ്. നമുക്ക് പിന്നെ കാണാം. അപ്പച്ചൻ എന്തിയേ? അപ്പച്ചൻ പള്ളിയിലേക്ക് പോയിരിക്കുവാണല്ലോ. ആ, ശരി ശരി. ആൽബ്രട്ടോയ്ക്ക് എന്തു പറ്റി? ഒരു വല്ലായിക പോലെ. അവരുടെ ഓഫീസിൽ എന്തൊക്കെയോ ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇച്ചായൻ എല്ലാ കാര്യവും കേറി അങ്ങ് ഏറ്റു. ഇപ്പോൾ അത് ഭംഗിയായി നടത്താൻ സാധിക്കുമോന്നൊരു സംശയം. അതിന്റെ ടെൻഷനിലാണ് 2 ദിവസമായിട്ട്. ആഹാ, എല്ലാവർക്കും ഇതെന്തു പറ്റി? ഒരാളാണേൽ മനസ്സിന് സുഖമില്ലാന്നും പറഞ്ഞ് രാവിലെ തന്നെ കാറും എടുത്തു പോയതാണല്ലോ. എല്ലാവരെയും കർത്താവ് കാത്തോളൂ അമ്മച്ചി. അമ്മച്ചി അവിടെ ഇരിക്ക്, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ശരി മോളെ. ദേ, ആദം വരുന്നു. കൊത്തി ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ അല്ലേ? ഞാനും ഇങ്ങനൊരു വരവല്ല പ്രതീക്ഷിച്ചത്. ഇവന്റെ ഈ ആഹാരഭ്രമം എങ്ങനെ നിയന്ത്രിച്ചേ മതിയാവൂ. ശരിയാ പ്രിൻസ്, നമുക്കൊരു ദിവസം ഈ കാര്യം ഗ്രാൻഡ്പായുടെ അടുത്ത് അവതരിപ്പിക്കണം. ഇത്രയ്ക്ക് സ്വാർത്ഥതയുള്ള ഒരു പക്ഷിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സ്വാർത്ഥതയുള്ള പക്ഷിയോ? സ്റ്റെഫിക്ക് മനസ്സിലായില്ലേ? ഇല്ല. എന്താ? അത്രയും പുറകെ നടന്നിട്ടും കാക്ക ഒന്നും കൊടുത്തു കാണില്ല. അത് മാത്രമല്ല, എന്നെ കാണിച്ചുകൊണ്ട് അവറ്റകൾ അത് മുഴുവൻ തിന്ന് തീർക്കുകയും ചെയ്തു. അതോടെ കണ്ടപ്പോൾ ഞാൻ പതറിപ്പോയി പ്രിൻസ്, പതറിപ്പോയി. എന്റെ കർത്താവേ, ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടിയാ നൽകേണ്ടത്? ഇവൻ എന്താ ചെയ്യേണ്ടത്? ഇവന് ഞാൻ കാരണം ഒരിക്കലും എന്റെ ഫ്രണ്ട്സ് വിഷമിക്കരുത്. കർത്താവേ, ഇവന് ഞാൻ പറഞ്ഞത് വിഷമായോ? ഇതേപോലുള്ള അടിയന്തര ഘട്ടങ്ങൾ നേരിടുവാനുള്ള പാഴ്സലുകൾ ഞാൻ എന്റെ ബാഗിന്റെ പല ഭാഗങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട.
ശരി ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ പിരിയാം. കൃത്യസമയത്ത് തന്നെ വരണേ. ഓക്കേ. കർത്താവേ, സമയം പോയതറിഞ്ഞില്ല. പള്ളിയിലും നിങ്ങളുടെ കൂടെയും ഇരുന്നപ്പോ സമയത്തിന് ശരവേഗമായിരുന്നു. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയും വൈകിയ ശരിയാവില്ല. അപ്പോ നമുക്ക് നാളെ കാണാം. എന്നാ ശരി, ഗുഡ് ബൈ. ഓക്കെ, ഗുഡ് ബൈ. എല്ലാവരും ഉണ്ടല്ലോ. പ്രിൻസ് ദേ മുറിയിലുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. ശരി സാറാൻറ്റി. പ്രിൻസ്, ഞങ്ങൾ താമസിച്ചില്ലല്ലോ. ആ ഫ്രണ്ട്സ്, നിങ്ങൾ വന്നോ? വാ, ഇരിക്കൂ. താമസിച്ചില്ലല്ലോ അല്ലേ? ഹേ, ഇല്ലില്ല. ഞാൻ ദേ ചായ എടുക്കാം. എന്താ ആകെ ഇവിടെ ഒരു മൂകത? എന്തു സംഭവിച്ചു? അത് ആൽബർട്ടോ, തന്റെ ഓഫീസിലെ ചില കാര്യങ്ങളും പ്രിൻസ് തന്റെ സ്കൂളിലെ ടൂറിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു. അതിനെന്താ? അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇപ്പോ രണ്ടുപേർക്കും ആ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഓഹോ, അതാണോ കാര്യം? എല്ലാവരും അവരവരുടെ മുറികളില് വിഷമിച്ചിരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, എല്ലാവരെയും ഒന്ന് വിളിക്കൂ. നമുക്ക് കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം. വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നെന്റെ ഒരു പഴയ കൂട്ടുകാരനെ കാണുകയുണ്ടായി. അതാ ഞാനിന്ന് വരാൻ ഇത്രയും താമസിച്ചത്. ഞങ്ങൾ പഴയതും പുതിയതുമായ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. അക്കൂട്ടത്തിൽ പല ഉപമകളും കടന്നു വന്നു. പിശാച് ബാധിച്ച ഒരു ബാലനെ യേശു സുഖപ്പെടുത്തുന്ന ഒരു സംഭവം എന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ ആ കഥയൊന്ന് വിവരിക്കാം. നിങ്ങളും ഈ കഥ ശ്രദ്ധിക്കുമല്ലോ അല്ലേ?
ശരി, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരിക്കൽ യേശുവും തന്റെ ശിഷ്യന്മാരും യാത്രാമധ്യേ ഒരു വലിയ ജനക്കൂട്ടത്തെ കാണുവാനിടയായി. അതിനൊത്ത നടുവിലായി ഒരു നിയമജ്ഞനെയും അവർ ദർശിച്ചു. അയാൾ ആ ജനക്കൂട്ടത്തിൽ ഒരുവനുമായി തർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണെന്ന് യേശുവിനും ശിഷ്യന്മാർക്കും ബോധ്യമായി. അവർ അതിന് സമീപത്തേക്കായി നീങ്ങി. യേശുവിനെയും ശിഷ്യഗണങ്ങളെയും തിരിച്ചറിഞ്ഞ ജനക്കൂട്ടം വിസ്മയഭരിതരായി. യേശു തർക്കത്തിന് നിദാനമായ കാരണം ആരാഞ്ഞു. അപ്പോൾ ആ ജനക്കൂട്ടത്തിലൊരുവൻ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ഒരാത്മാവ് അവനിൽ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അതവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിക്കുന്നു. അവർക്കത് സാധിച്ചില്ല. എത്രനാൾ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും? അതിന് മറുപടി എന്നോണം യേശു പറഞ്ഞു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്രനാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരിക്കും? അവനെ എന്റെ അരികിൽ കൊണ്ടുവരൂ. കുട്ടിയെ യേശുവിന് സമക്ഷത്തിൽ കൊണ്ടുവരപ്പെട്ടു. എന്തെങ്കിലും ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമെന്ന് ആ പിതാവ് യേശുവിനോട് അപേക്ഷിച്ചു. യേശു അതിന് മറുപടി എന്നോണം, കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് യേശു പറഞ്ഞു. ഉടൻ ആ പിതാവ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന് യേശുവിനോട് അഭ്യർത്ഥിച്ചു. അവനിൽ കൂടിയ ആ മൂകനും വിതരനുമായ ആത്മാവിനെ യേശു ശകാരിച്ചു. കൂടാതെ അവനിൽ നിന്ന് പുറത്തു പോകുവാനും ഇനി ഒരിക്കലും അവനിൽ പ്രവേശിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. ആ ആത്മാവ് അവനെ വിട്ട് യാത്രയായി. കഥ ഇഷ്ടപ്പെട്ടോ? എന്താ ആരുമൊന്നും സംസാരിക്കാത്തത്? ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസത്തിന്മേൽ എത്രമേൽ തീവ്രത വേണമെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന ഈ കഥ നിങ്ങൾക്ക് ഗ്രാൻഡ്പാ, ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, കുറച്ചു നേരമായി ഞാൻ അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്ക് ഒരു ഉത്തരവും നൽകിയിരിക്കുന്നു. എനിക്ക് എന്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി തന്നെ ഞാൻ നിറവേറ്റിയിരിക്കും. ഞാനും ഇതുപോലൊരു പ്രശ്നത്തിലായിരുന്നു അപ്പച്ച. ഒരു നിമിഷം എനിക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്നാൽ മനോഹരമായി ഈ കഥ കേട്ടപ്പോ ആത്മവിശ്വാസത്തിന്റെ ശക്തി എനിക്ക് ബോധ്യപ്പെട്ടു. താങ്ക് യു അപ്പച്ച.